ഗൈസ്, അപ്പോൾ നമ്മുടെ അഡോബി ആഫ്റ്റർ എഫക്ട്സ് ആൻഡ് അഡോബി പ്രീമിയർ പ്രോ ബേസിക് ടു അഡ്വാൻസ്ഡ് സീരീസിന്റെ 8th എപ്പിസോഡ് വീഡിയോ ആണിത്. അപ്പോൾ 1ാമത്തെ എപ്പിസോഡ് മുതൽ 7ാമത്തെ എപ്പിസോഡ് വരെ നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ടൂൾസ്, അതുപോലെ തന്നെ സാധാരണ നോർമൽ ആയിട്ട് നമുക്കൊരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ കട്ടിങ്, ട്രിമ്മിങ്, ജസ്റ്റ് ഒന്ന് സ്ലോമോ ആഡ് ചെയ്യുക, മ്യൂസിക് ആഡ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ 7ാമത്തെ എപ്പിസോഡ് വരെ നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ പ്രോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതാ. അപ്പോൾ ഇന്നത്തെ ഈ 8ാമത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ ഇനി ട്രാൻസിഷന്റെ ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ പഠിക്കണേക്കാട്ടിലും ബെറ്റർ ആണ് നമ്മൾ തുടക്കം മുതൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കയറിയാലേ ഉള്ളൂ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ തന്നെ നമ്മൾ ആ മോഡൽ ട്രാൻസിഷൻ ഈ മോഡൽ ട്രാൻസിഷൻ പറഞ്ഞിട്ട് ആരും കമന്റ് ഇടരുത്. നമ്മൾ അതൊക്കെ ചെയ്യും, പക്ഷെ കറക്റ്റ് നമ്മുടെ അടിത്തറ സെറ്റ് ആയാലുള്ളൂ മേൽക്ക് അത് റെഡി ആവുക. അപ്പൊ ഇന്നത്തെ ആഫ്റ്റർ എഫക്ട്സിന്റെ 8th എപ്പിസോഡ് നമ്മൾ പഠിക്കുന്നത് പറയുന്ന കട്ട്ഔട്ട് ആനിമേഷനെ പറ്റിയിട്ടാണ്. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അഡോബി ആഫ്റ്റർ എഫക്ട്സ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് 2 ക്ലിപ്സ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട്ഔട്ട് ആനിമേഷൻ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 2 ക്ലിപ്പെങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ് ഈ കാണുന്നതാണ്, ജസ്റ്റ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ ഈ ഒരു 2 ക്ലിപ്പത്തെ ഈ ഒരു സെക്കൻഡ് ക്ലിപ്പാണ് നമ്മൾ കട്ട്ഔട്ട് ചെയ്തിട്ട് ആ ഒരു ട്രാൻസിഷൻ കൊണ്ടുവരാൻ പോണത്. അപ്പോൾ അതിന് മുമ്പേ ഈ ഒരു കട്ട്ഔട്ട് ആനിമേഷനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. കട്ട്ഔട്ട് ആനിമേഷൻ പറഞ്ഞാൽ നമുക്ക് 2 രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു ആനിമേഷൻ കൊണ്ടുവരാം. ഇതേപോലെ സെക്കൻഡ് വീഡിയോന്റെ സ്റ്റാർട്ട് പോർഷൻ കട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന പോലെ, എന്നിട്ട് പിന്നെ അത് നേരെ നമ്മുടെ ഫസ്റ്റ് ഭാഗത്ത് ആ സ്ക്രീൻഷോട്ട് ഇമേജ് കട്ട് ചെയ്ത് കൊടുത്ത് വെക്കാം. അതൊരു മോഡൽ. രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലിപ്പിന്റെ ഇത്രയും സെക്ഷൻ നമുക്ക് വീഡിയോ ആക്കി കട്ട് ചെയ്യുക. വീഡിയോ എന്നിട്ട് നേരെ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ആ ഒരു ഇമേജ് അറിയുമ്പോൾ എപ്പോഴും അതിങ്ങനെ സ്റ്റില്ലായി നിൽക്കും. അപ്പോൾ ആ ഒരു സ്റ്റില്ലിന് നേരെ നമ്മൾ ട്രാൻസിഷൻ കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ വീഡിയോ കട്ട് ചെയ്യുമ്പോൾ ആ ഒരു മൂവ്മെന്റ് ഉള്ള ഒരു ക്ലിപ്പ് നമ്മൾ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ നമുക്ക് കട്ട്ഔട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 മോഡൽ ഉണ്ട്. ആ 2 മോഡൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് താഴെ കമന്റിൽ അവിടെ നിങ്ങൾക്ക് കാണാം ഹൈപ്പ് പറഞ്ഞൊരു സംഭവം. ജസ്റ്റ് നിങ്ങളൊന്ന് നമ്മുടെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് ഇനി നേരെ കടക്കാം നമ്മുടെ ഈ ഒരു ട്രാൻസിഷന്റെ ട്യൂട്ടോറിയൽക്ക്. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കട്ട് ചെയ്ത് സ്ലോ മോഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്ലോ മോഷനൊക്കെ എങ്ങനെ ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ലോ മോഷനൊക്കെ പറ്റിയിട്ട് ഒരു ഡീപ്പ് വീഡിയോ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ പഴയ എപ്പിസോഡ് വീഡിയോയിൽ ആഫ്റ്റർ എഫക്ട്സിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ജസ്റ്റ് നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. മൊത്തം വീഡിയോസ് ആ പ്ലേലിസ്റ്റിൽ കറക്റ്റ് ആയിട്ട് 1, 2, 3 പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇമേജ് എങ്ങനെയാണ് കട്ട്ഔട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ. അപ്പൊ ആദ്യം നമ്മളിപ്പോൾ ക്യാപ്കട്ടിലാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അത് ഫ്രീസ് ചെയ്യും, അല്ലെങ്കിൽ അത് നമ്മൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് സ്ക്രീൻഷോട്ട് അടിക്കും. ഇതിൽ അറിയാൻ നമുക്ക് സ്ക്രീൻഷോട്ടിനെക്കാട്ടിൽ ബെറ്റർ സ്ക്രീൻഷോട്ട് അടിക്കുക, ജസ്റ്റ് പ്രിന്റ് സ്ക്രീൻ പോലെയൊക്കെ ചെയ്യാം. പക്ഷെ അതിക്കും ബെറ്റർ നമുക്ക് ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ഫ്രെയിമിനെ നമുക്ക് ഇമേജ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഫയൽസിലേക്ക്. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മുടെ കട്ട്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്ലിപ്പിനെ അങ്ങോട്ട് സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മുടെ ഈ ഒരു പ്ലേ ഹെഡ് കൊണ്ടുപോയി വെക്കുക. കണ്ടപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി വെച്ച് ശേഷം ഈ ഒരു മേലത്തെ ഈ ഒരു കോമ്പോസിഷൻ സെലക്ട് ചെയ്യുക, സേവ് ഫ്രെയിം ആസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, നേരെ ഫയൽസ് കൊടുക്കുക. അപ്പൊ ഇതേപോലെ ഒരു ഇന്റർഫേസ് വരും, റെൻഡർ ക്യൂ പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഔട്ട്പുട്ട് മൊഡ്യൂൾ പറഞ്ഞിട്ട്. അത് ഫോട്ടോഷോപ്പിലെ കാര്യം കിടക്കുന്നുണ്ടാവും. അത് ഫോട്ടോഷോപ്പ് ഫയലിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ജസ്റ്റ് അതിമൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോർമാറ്റ് നേരെ PNGക്ക് മാറ്റുക, PNG സീക്വൻസ് ആക്കുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഈ ഒരു ഔട്ട്പുട്ട് 2 എന്നുള്ളത് എവിടെയാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്, സേവ് ചെയ്യേണ്ടത്. ജസ്റ്റ് അപ്പൊ നിങ്ങൾ സേവ് ചെയ്യേണ്ടത് എവിടെയാണോ അവിടെ സേവ് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഓൾറെഡി ഒന്ന് സേവ് ആയി കിടക്കുന്നത് ഡിലീറ്റ് ചെയ്യട്ടെ. ഞാൻ ഈ ഒരു എന്റെ ഒരു ഫോൾഡറിലാണ് അത് സേവ് ചെയ്തിട്ടുണ്ട്. സേവ് അല്ല, ജസ്റ്റ് നമ്മൾ അതിൽ പാത്ത് വെച്ച് കൊടുത്തിട്ടുള്ളൂ. സേവ് ആവാൻ ഒരു ഓപ്ഷനും കൂടി നമ്മൾ നെക്കാണ്ട് ഈ ഒരു റെൻഡർ കണ്ടോ, ആ ഒരു റെൻഡർ നെക്കിയാലുള്ള അത് സേവ് ആവുക. അപ്പൊ അതിപ്പോ കറക്റ്റ് ആയി. അപ്പൊ ഇനി നമുക്ക് ആ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണമല്ലോ. അപ്പൊ അതിനായിട്ട് ഇനി ആ ഒരു ക്ലിപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ പ്രൊജക്ടിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ക്ലിപ്പിനെ നേരെ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വലിച്ച് നമ്മുടെ ഈ ഒരു ടൈം ലൈനിൽ കൊണ്ടുപോയിട്ട് ഇടുക. അപ്പൊ നമ്മുടെ ആ ഫോട്ടോ ഇപ്പൊ ഇവിടെ ആഡ് ആയി. ജസ്റ്റ് കണ്ടോ, അപ്പൊ ഫോട്ടോ ആണ്, അത് അനങ്ങാതെ നിൽക്കണ്ടില്ലേ. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്കൻഡ് ക്ലിപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ പോയിട്ട് നമ്മുടെ ഈ ഒരു ക്ലിപ്പിന്റെ ഇവിടെ വെച്ചിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ആൾട്ട് നോക്കിയിട്ട് ക്ലോസിംഗ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് ട്രിം ചെയ്ത് കളയാം. അപ്പൊ നമ്മൾ ഇനി കട്ട്ഔട്ട് ആനിമേഷൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാണുന്ന ഈ ഒരു ക്ലിപ്പ് കേട്ടോ. ഈ ഒരു ഫോട്ടോ ജസ്റ്റ് ഇതൊരു ഫോട്ടോ ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് മൂവ് ചെയ്യുമ്പോൾ കണ്ടത് ജസ്റ്റ് ഒരു ഫോട്ടോ ആണ്. അപ്പൊ അതാണ് നമ്മൾ ഇനി ആ ഒരു കട്ട്ഔട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോണത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടണം. അപ്പൊ അതിനായിട്ട് മേലെ നിൽക്കുകയാണ് അവിടെ ഒരു ഓപ്ഷൻ, ഒബ്ജക്ട് മേറ്റ് പറഞ്ഞൊരു ടൂൾ. ഇതിപ്പോ നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ വന്നതാണ് ആഫ്റ്റർ എഫക്ട്സിന്റെ. ആദ്യം ഒരു റോട്ടോ പറഞ്ഞൊരു സംഭവം ആയിരുന്നു, റോട്ടോ ബ്രഷ് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം അതായിരുന്നു. ജസ്റ്റ് രണ്ടും ഏകദേശം സെയിം തന്നെയാണ്, പക്ഷെ അതിന്റെക്കാട്ടിൽ ഒന്നും കൂടി അഡ്വാൻസ്ഡ് കുറച്ചുകൂടി ആക്യുറേറ്റ് ഇതാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പുതിയൊരു പാനൽ വരും. ജസ്റ്റ് ഞാൻ ഒന്നും കൂടി വലിച്ചു നീട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഒബ്ജക്ട് മേറ്റ് ടൂൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതിനെ പറ്റി പഠിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ വരും, ഒന്ന് റെക്ടാങ്കിൾ എന്നുള്ളതും ഒന്ന് ലേസോ എന്നുള്ളതും.
അപ്പോൾ ഇതിത്തെ ഫസ്റ്റ് നിങ്ങൾ ഇതൊന്നും വെക്കാതെ തന്നെ ഈ ഒരു ക്ലിക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇന്റർഫേസ് വരും. അപ്പോൾ ഈ ഒരു ഏറോ ഇങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെഡ് കളറായിട്ട് വരുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗമാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് ജസ്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഇവിടെ കട്ട് ചെയ്ത് കിട്ടും. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കിട്ടിയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുക. ഈ റെക്ടാങ്കിൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റെക്ടാങ്കിളിൽ ഇങ്ങനെ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കട്ട് ഇങ്ങനെ അങ്ങോട്ട് വരും. ജസ്റ്റ് ഈ ഒരു ഗേറ്റ് ഒന്ന് ഞാൻ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗേറ്റ് ഇങ്ങനെ സെലക്ട് ചെയ്ത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതല്ലാതെ ഇപ്പൊ ഞാൻ ജസ്റ്റ് കൺട്രോൾ സെറ്റ് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ ജസ്റ്റ് വരച്ചിട്ടുള്ളത് കുറച്ച് ഭാഗങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഈ ഒരു ലേസർ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ അവിടെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും. അപ്പൊ ഈ നിങ്ങൾക്ക് ഇത് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഒരു മാസ്ക് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ നിങ്ങൾ വരച്ചപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടല്ല വന്നത്, കുറച്ച് ഈ ഭാഗം ഇങ്ങനെ മിസ്സായി പോയി. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കിട്ടാൻ ആൾട്ട് ലോങ് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കറക്റ്റ് കട്ട് ചെയ്ത് വരും. അപ്പൊ നമ്മളിങ്ങനെ കുറച്ച് ടൈം പിടിച്ചിട്ട് ചെയ്യണം. പിന്നെ കുറെ പോയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് മാക്സിമം സൂം ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വട്ടം വരച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ് ഇത്. നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കണം. പിന്നെ നിങ്ങൾ എപ്പോഴും ഈ ഒരു ക്വാളിറ്റി എന്നുള്ളത് ഫുള്ളിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഒരു രണ്ട് ടൂളിന്റെ ലേസോ എന്നുള്ളത് റെക്ടാങ്കിൾ എന്നുള്ളതിന്റെ ആ ഒരു ഉപയോഗം വരുന്നത്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഇത് കൺട്രോൾ സെറ്റ് അടിച്ചിട്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ ആ കറക്റ്റ് കട്ടായിട്ട് കിട്ടിയ സെക്ഷനിലേക്ക് തന്നെ വെക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി. ശേഷം ഞാൻ ഈ ക്ലോസ് ചെയ്ത് കൊടുത്തു. ഇവിടെയാണ് ഇപ്പൊ നമ്മുടെ ഇമേജ് ഇല്ലത്, കണ്ടില്ലേ? ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആ ഒരു ഇമേജ് ഇപ്പൊ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അപ്പൊ നമ്മുടെ ഒരു കട്ട് ഔട്ട് അനിമേഷൻ വന്നിട്ടുണ്ട്. കറക്റ്റ് അതേ സൈസിൽ തന്നെ നിങ്ങൾ വെക്കണം. അപ്പൊ നമുക്കിത് കറക്റ്റ് സൈസിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൺട്രോൾ ആൾട്ട് എഫ് അടിച്ചാൽ മതി, കറക്റ്റ് ഫിറ്റ് ആയിട്ട് നിന്നോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ കട്ട് ഔട്ട് അനിമേഷന്റെ കട്ട് ഇപ്പൊ നമ്മൾ കറക്റ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ? കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ക്ലിപ്പിന്റെ ഈ ഒരു ലെയർ ഉണ്ടല്ലോ അവിടെ നിങ്ങൾ വെച്ചിട്ട് എസ് നെക്കിയിട്ട് അതിന്റെ സ്കെയില് പൊസിഷനും ഇതേപോലെ 2 കീ ഫ്രെയിം ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ സ്റ്റാർട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് എവിടേക്കാണോ ആ ഒരു കട്ട് ഔട്ട് അനിമേഷൻ നീക്കേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഭാഗത്തേക്ക് ഇതേപോലെ നീക്കി കൊടുക്കുക. വേണമെങ്കിൽ അതിന്റെ സൈസിൽ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എസ് നെക്കിയിട്ട് അതിന്റെ സ്കെയിൽസ് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പൊ ഞാനിപ്പോൾ ഇതിന്റെ സ്കെയിൽ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിനെ ചെറുതായിട്ട് നമ്മുടെ വീഡിയോയിൽ കാണേണ്ടത്. അപ്പൊ ഞാൻ അതൊന്ന് പൊസിഷനും കൂടി ഒന്ന് സൈഡിലേക്ക് നീക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ ഒരു കട്ട് ഔട്ട് അനിമേഷൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ട്. കണ്ടോ? നേരെ വന്ന് കട്ട് ഔട്ട് വന്ന്, കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെയാണ് കട്ട് ഔട്ട് അനിമേഷൻ ചെയ്യുക. പക്ഷെ ഇത് നമുക്ക് ഒന്നും കൂടി അത് കാണുമ്പോൾ ഒരു ചെറിയൊരു ഫീൽ കൂടി കിട്ടാൻ വേണ്ടി ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയൊരു മോഷന്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാണുന്ന ഈ ഒരു ക്ലിപ്പിന് നേരെ മുമ്പത്തെ ഈ ഒരു മോഷൻ ബ്ലർ ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പൊ കണ്ട ഒരു ചെറിയൊരു മോഷൻ ബ്ലർ എഫക്റ്റ് കിട്ടും. ഇനി ഈ ഒരു 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് F9 കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൂവ്മെന്റ് ഒന്നും കൂടി ഒരു സ്മൂത്ത് കിട്ടും. കണ്ടോ? അപ്പൊ നമ്മുടെ ഒരു കട്ട് ഔട്ട് അനിമേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇമേജ് വെച്ചിട്ട് ചെയ്തത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഈ ഒരു ഗ്രാഫ് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഗ്രാഫ് സെറ്റ് ചെയ്തെടുക്കുക. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഫസ്റ്റ് കുറച്ച് ഫാസ്റ്റിൽ വന്ന് പിന്നെ അത് കുറച്ച് സ്ലോ ആയി വരുന്ന രീതിക്കാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് അത് സെറ്റ് ചെയ്ത് കൊടുത്ത് കണ്ടപ്പോൾ നമ്മൾ ആ ഒരു കട്ട് ഔട്ട് ആനിമേഷൻ നമ്മൾ ഇമേജ് വെച്ചിട്ട് ചെയ്തത് ഇപ്പൊ കറക്റ്റ് സെറ്റ് ചെയ്ത്. അപ്പൊ ഇനി ഇതിലേക്ക് ചെറിയൊരു ഷെയ്ക്ക് എഫക്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് പറയുന്നത് ഒരു പെട്ടെന്നുള്ളൊരു എളുപ്പ വഴിയാണ്. ഒരു എക്സ്റ്റൻഷൻസ് ഉണ്ട്, ജെറി ഫ്ലോ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫയൽ കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്റെ ടെലഗ്രാമിൽ ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൽ ഇട്ട് തരാം. അപ്പൊ ഈ ഒരു എഫക്റ്റിൽ ഇത് ഈ ജെറി ഫ്ലോ എന്നുള്ള എക്സ്റ്റൻഷൻ ഓൺ ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? ഇതിൽ ഈ ഒരു എഫക്റ്റിൽ ഷെയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഷെയ്ക്കുകൾ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ക്ലിപ്പിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഇതിലത്തെ ഈ ഒരു ബേസിക് എന്നുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ബേസിക് ആക്കിക്കോന്നല്ലേ? ഓക്കെ, ഈ ഒരു ബേസിക് എന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു ക്ലിപ്പിനെ ആഡ് ചെയ്ത് കൊടുത്തു നമ്മുടെ ഒരു വീഡിയോക്ക്. ഓക്കെ, അപ്പോൾ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ഒരു ഷെയ്ക്ക് ഇപ്പോൾ ഇതിൽ അപ്ലൈ ആയിട്ടുണ്ട്. കണ്ട ഒരു ഷെയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ചെറിയ ഷെയ്ക്ക് ഫീൽ ചെയ്യുന്നില്ലേ? പക്ഷെ അവിടെ ഒരു വൈറ്റ് ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് കിടക്കുന്നത് പറയാം അതിന്റെ ഫ്ലാഷ് എഫക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫ്ലാഷ് എഫക്റ്റിന്റെ കീ ഫ്രെയിം ഒന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഞാൻ ചെയ്യുന്നത് നോക്കിക്കോ, ഈ ഒരു പ്ലേ ഹെഡ് സ്റ്റാർട്ടത്തെ കീ ഫ്രെയിം ഇപ്പോൾ 100 കിടക്കുന്നത് അതിന്റെ ഒപ്പാസിറ്റി. അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിക്ക് കൊടുന്ന് വന്ന് ഇത് നേരെ ഇങ്ങോട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഫ്ലാഷ് അവിടെ കറക്റ്റ് ആയിട്ട് കിട്ടും. കണ്ടപ്പോൾ ആ ഫ്ലാഷ് കറക്റ്റ് ആയിട്ട് കിട്ടി. വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ കീ ഫ്രെയിം F9 കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ആ ഒരു ഷെയ്ക്ക് എഫക്റ്റും കൂടി അതിലേക്ക് വന്ന് കണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു കട്ട് ഔട്ട് ആനിമേഷൻ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇമേജ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ
ഇമേജ് അല്ലാതെ നമ്മൾ വീഡിയോ എങ്ങനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ. അപ്പൊ അതിന് ഞാൻ പുതിയൊരു കോമ്പോസിഷൻ സെയിം ക്ലിപ്പ് തന്നെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പൊ നമ്മൾ ഇനി അതാണ് പഠിക്കാൻ പോണത്. അപ്പൊ അതിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നത്, നമ്മൾ നേരത്തെ ഈ ക്ലിപ്പിന്റെ ഈ ഒരു ഭാഗമാണല്ലോ, ഈ ഒരു ഫസ്റ്റ് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഇത് സ്ക്രീൻഷോട്ട് പോലെ നമ്മൾ ഇമേജ് രൂപത്തിൽ കൊടുത്തത്. അപ്പൊ നമ്മൾ ഇനി ഉദ്ദേശിക്കുന്നത് പറയുന്നത് ഈ ഒരു തിരിവ് നമ്മൾ ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാനാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് പറയുന്നത് ഈ ഒരു ക്ലിപ്പ് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് Ctrl+Shift+D നെക്കി കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റ് ആയതിനു ശേഷം ഈ ഒരു ക്ലിപ്പിനെ ഞാൻ നേരെ എടുത്ത് സെലക്ട് ചെയ്ത് പ്രീ കമ്പോസ് ചെയ്യാണ്. ഇതേപോലെ ഇതാണ് സെറ്റിങ്സ് വരുന്നത്. ജസ്റ്റ് ഒന്ന് പ്രീ കമ്പോസ് ചെയ്തു. എന്നിട്ട് ഇതിനെ നേരെ എടുത്ത് ഇതിന്റെ സ്റ്റാർട്ടിൽ എൻഡിൽ കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് നമുക്ക് ഇതിനെ മേലേക്ക് ഇടണമല്ലോ. അപ്പൊ ഇതിന് ഞാൻ അങ്ങനെ ലോങ് പ്രസ് ചെയ്ത് നേരെ മേലേക്ക് കൊണ്ടുപോയി വലിച്ചിട്ട് ഇനി ഈ ഒരു ക്ലിപ്പിനെ ഞാൻ നേരെ ഇതിന്റെ എൻഡിങ്ങിലേക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് ബ്രാക്കറ്റ്, നമ്മുടെ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് ഞാൻ ഇതിനെ നേരെ ഇതിന്റെ സ്റ്റാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഇതിനെ നമുക്ക് മേലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതിനെ നേരെ ഡ്രാഗ് ചെയ്ത് മേലേക്ക് ഇട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു തിരിവാണ്. ഇത് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തതിന് ബാക്കിയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പ്രീ കമ്പോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി ഇത് നമ്മൾ ആ ഒരു കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു ക്ലിപ്പ് സെലക്ട് ചെയ്യുക, നമ്മുടെ ഈ ഒരു റോട്ടോയ്ക്ക് പകരമുള്ള ഈ ഒരു ഒബ്ജക്റ്റ് മേറ്റ് ടൂള് സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗം കണ്ടോ നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടല്ലേ. അപ്പൊ ഞാൻ ആദ്യം ഇതിനെ സെലക്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് കിട്ടി. ഇവിടെ ഫുള്ളിൽ വേണം. പിന്നെ ഇത് ഈ ഒരു ബാഗും കൂടി ഞാൻ സെലക്ട് ചെയ്ത്. ഓക്കെ, ഇനി ഇത് നമുക്ക് കറക്റ്റ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അല്ല, ഈ ഒരു വീഡിയോ മൊത്തം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടണ്ടേ. അപ്പൊ അതിനായിട്ട് ഇതേപോലെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇനി ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ലെയർ ഒന്നും കൂടി നീക്കുക. ഇവിടെ നീക്കുകയാണ് ഫ്രീസ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഫ്രീസ് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കിട്ടും. കണ്ടോ, കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കിട്ടും. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ കാണാൻ നിങ്ങൾക്ക് കറക്റ്റ് ആ വീഡിയോ നമുക്ക് ഇങ്ങനെ റിമൂവ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടോ, കറക്റ്റ് ആയിട്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു മേലത്തെ ഈ ഒരു ക്ലോസ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കളയാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എസ് നിൽക്കുക, സ്കെയില്, പൊസിഷന്. ഇനി ഇതിന്റെ സ്റ്റാർട്ടിലും വരിക, സ്കെയിലും പൊസിഷനും ഇതേപോലെ 2 കീ ഫ്രെയിം ഇട്ടിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് നമുക്ക് വേണ്ടതിനനുസരിച്ചിട്ട് അതിൻ്റെ സ്കെയില് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് പൊസിഷന് ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ശേഷം സ്കെയിൽ ഒന്നും കൂടി ഒന്ന് കൂട്ടി കൊടുത്ത് പൊസിഷനെ ഒന്ന് നമ്മുടെ ഫ്രെയിമിൽ നിന്ന് ഔട്ടാക്കി. ശേഷം ഇതിനെ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്ത് F9 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ക്ലിപ്പ് കറക്റ്റായിട്ട് കണ്ടപ്പോൾ ഈ ഇതിൽ കാണാൻ ക്ലിപ്പ് ചലിക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്ക് അതേപോലെ ഒരു കട്ടൗട്ട് ആനിമേഷൻ കൊടുക്കാം ഇതേപോലെ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ ചെയ്തത് ഇതേപോലെ ആ സെയിം മൂവ്മെന്റ് തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഞാൻ ഫുള്ള് ഫസ്റ്റത്തെ കീ ഫ്രെയിം ഫുൾ കളഞ്ഞിട്ട് ജസ്റ്റ് ഇതിനെ ഞാനൊരു ചെറിയ സ്കെയിലൊന്നും ഇല്ലാതെ ഒരു സൈഡിലേക്ക് മാത്രമാണ് നീക്കി കൊടുക്കുന്നത്. ഈ ഒരു സൈഡിലേക്ക് മാത്രമായി നീക്കി കൊടുത്തിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സ്കെയിൽ ഇല്ലാതെ ഇങ്ങനെ പൊസിഷൻ മാറ്റാൻ പറ്റും. അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെ കത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ അതിലേക്ക് കുറച്ച് ഗ്രാഫും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രാഫ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിലും കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് ആദ്യം നമ്മൾ F9 കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ സ്കെയിലിന് ആദ്യം ഒരു ഗ്രാഫ് ആഡ് ചെയ്ത് കൊടുക്കുക. സ്കെയിലിന് ഞാൻ ആദ്യം കുറച്ച് സ്ലോ ആയിട്ട് വരുന്ന പോലെയാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്രാഫ് ഒന്നുകൂടി വലുതായി കാണാൻ വേണ്ടിയിട്ട് ഒന്ന് അതിൻ്റെ വലുപ്പത്തിൽ ഒന്ന് സൂം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ഗ്രാഫ് കൊടുത്ത് ഇനി അടുത്ത ഗ്രാഫ് ഇതിന് നമ്മൾ ഗ്രാഫ് കൊടുത്തിട്ടില്ല, അത് സെലക്ട് ചെയ്ത് ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫാസ്റ്റ് വന്നിട്ട് പിന്നെ അത് ഈ ഗ്രാഫിൻ്റെ ഒക്കെ നമ്മൾ സ്ലോ മോഷൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പറഞ്ഞതാട്ടോ ഗ്രാഫിനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. നമ്മുടെ കറക്റ്റ് ആ പ്രോപ്പറായിട്ട് എപ്പിസോഡ് ഇങ്ങനെ 1-2 കണ്ട് വരണം, എന്നാലും കറക്റ്റ് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഗ്രാഫും വെച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ ഇതിനും ആ ഒരു മോഷൻ ബ്ലർ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാത്തിനുമാണ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇപ്പോൾ നമ്മുടെ ഇതിൽക്കും നമ്മൾ ആ ഒരു കട്ടൗട്ട് ആനിമേഷൻ കൊടുക്കേണ്ട ആ ഒരു വീഡിയോ കണ്ടില്ലേ എങ്ങനെ അളക്കം വരുന്നുണ്ടോ. ഇതിങ്ങനെ മൂവ്മെന്റ് ചെയ്യണ കട്ടൗട്ട് ആനിമേഷന്, മറ്റേത് മൂവ്മെന്റ് ഇല്ലാതെ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ് വരിക. കണ്ടത് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ്. മറ്റേത് വീഡിയോ മൂവ്മെന്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ കട്ടൗട്ട് ചെയ്യുന്നത്, കണ്ടോ. അപ്പൊ ഇനി നമ്മൾ നേരത്തെ ഈ ഒരു ക്ലിപ്പിൽ കൊടുത്തിട്ടുള്ള ആ ഒരു എഫക്റ്റ് ഞാൻ Ctrl+C കൊടുത്ത് കോപ്പി ചെയ്തിട്ട്
ഞാനത് ഈ ക്ലിപ്പിലേക്ക് കൊണ്ടുവരാം കേട്ടോ. കൺട്രോൾ V കൊടുത്ത് ഇനി കണ്ടോ, കണ്ടില്ലേ? ആ ഒരു ഷെയ്ക്ക് എഫക്റ്റും കൂടി നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ വന്നു. അപ്പൊ ഇങ്ങനെയാണ് വീഡിയോ ആയിട്ട് കട്ടൗട്ട് ചെയ്യുക, ഫോട്ടോ ആയിട്ട് കട്ടൗട്ട് ആനിമേഷൻ ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി ട്രാൻസിഷൻ്റെ വരും, ഇനി വരാൻ കടക്കണുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് മസ്റ്റ് ആണ്. സബ്സ്ക്രൈബും അതുമല്ല ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചോളാം, നല്ല അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരിക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.